ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ 217 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു. അത്യന്തം ഖേദകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ടെഹ്റാനിലുള്ളത്. ടെഹ്റാനിലെ ഡോക്ടറെ ഉദ്ധരിച്ച് ടൈം മാഗസിനാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടി കൂട്ടമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞു. മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. കൊട്ടാരക്കരയുടെ പച്ചപ്പൊക്കെ കണ്ട് നടന്നപ്പോൾ എന്തുകൊണ്ട് വലിയ മാറ്റമുണ്ടോ കൊട്ടാരക്കരയ്ക്ക്? മാറ്റം കൊട്ടാരക്കരയ്ക്കുമുണ്ട്, അതുപോലെ എനിക്കുമുണ്ട്. എനിക്ക് അത്യാവശ്യം ചില പ്രോഗ്രാമുകൾ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ലേ? നോ പേയ്മെന്റ്, സ്പീച്ച്. ഓക്കെ, ഞാനിപ്പം ഗണപതി അമ്പലത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പുലർച്ചെ മുതൽ ധാരാളം സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവയ്ക്കടുത്ത് സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, തിരുവായിരാണിക്കുളം. അവിടെ 12 ദിവസമേ വർഷത്തിൽ നട തുറക്കൂ. അവിടെ പോകുന്നതിന് മുമ്പ് ഗണപതിയെ കണ്ടിട്ട് പോകാനായിട്ടുള്ള ഈ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് പതിവില്ലാതെ ഇന്ന് അമ്പലത്തിന്റെ മുമ്പിൽ കാണുന്നത്. ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇറാനിൽ അക്ഷരാർത്ഥത്തിൽ കത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. 10,000-കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ഉള്ള പ്രതിഷേധമാണ് അവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അയത്തുള്ള ഖൊമേനിക്ക് എതിരെയുള്ള മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിന്റെ പതനം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടും, അതുപോലെ 1979 പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ പതാകകളും ഒക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ മൂലമായിരിക്കാം ഒരുപക്ഷെ ഇറാൻ ഈ തകർച്ചയിലേക്ക് പോയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം ഈ പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. പ്രത്യേകിച്ച് മഷാദ്, തബ്രീസ്, ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ. ടെഹ്റാന് സമീപമുള്ള നഗരങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 217 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഭരണകൂടം ശക്തമായ മുന്നറിയിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് മീഡിയ പറയുന്നത് കുട്ടികളെ തെരുവിലേക്ക് വിടരുത്, അവർക്കെതിരെ വെടിയുതിർക്കുവാൻ മടിക്കില്ല എന്നുള്ള ഒരു വാർണിംഗ് മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, സൗണ്ട് ബോംബുകളും പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഖൊമേനി വളരെ ശക്തമായി അമേരിക്കക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏജന്റുമാരും അതുപോലെ ഇസ്രായേലിന്റെ ഏജന്റുമാരുമാണ് ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. തന്നെയുമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്തുവാനുള്ള തെമ്മാടി കൂട്ടങ്ങളാണ് ഇപ്പോൾ തെരുവിൽ കാണാൻ പറ്റുന്നതെന്നാണ് ഖൊമേനി പറയുന്നത്. അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരം തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവഴിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പുറത്താക്കപ്പെട്ട ഷായുടെ മകൻ റസ പൽവി വാഷിംഗ്ടണിലുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം നൽകുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും ഈ റീസയെ കാണാനുള്ള തീരുമാനമായിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള ആലോചനയാണ് ഇറാനെതിരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.